ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹെബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിന് നാഥനും അതിന് പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തന പുസ്തകം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ഞാൻ എൻ്റെ കർത്താവിനെ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ ദർശിച്ചിരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മളിപ്പോഴും ഒരാളെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കണം. അതിൻ്റെ പേരാണ് സ്നേഹമെന്ന് പറയുന്നത്. പാടത്തും പറമ്പിലും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഒരാളിങ്ങനെ കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു സ്നേഹം നമുക്ക് ഈശോയോട് ഉണ്ടാവണം. ഈശോയെ നമുക്ക് പ്രണയിക്കാൻ കഴിയട്ടെ. എപ്പോഴും ഈശോയെ കണ്ടുകൊണ്ട് മനസ്സിൽ ചിന്തയിലൊക്കെ ഈശോയെ നിറച്ചു വെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ ഈ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അതിന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ആശ്രയിക്കാം. ഈശോയെ, ജീവിതത്തിൻ്റെ സമസ്ത സമയങ്ങളിലും അങ്ങയെ കണ്ടുകൊണ്ട് ജീവിക്കാൻ എനിക്കൊരു കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.